സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപത്തെക്കുറിച്ചാണ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ 1849 ഖണ്ഡികയിൽ പാപത്തെക്കുറിച്ച് ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു: പാപം യുക്തിക്കും സത്യത്തിനും ശരിയായ മനസ്സാക്ഷിക്കും എതിരായ തെറ്റാണ് പാപമെന്ന് പറയുന്നത്. 1849 ഖണ്ഡികയിൽ പാപത്തെക്കുറിച്ച് തിരുസഭയുടെ മക്കളെ പഠിപ്പിക്കുന്നത് പാപം എന്ന് പറയുന്നത് സത്യത്തിനും യുക്തിക്കും ശരിയായ മനസ്സാക്ഷിക്കും എതിരായ തെറ്റാണ് എന്നാണ്. ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, മനസ്സാക്ഷിയോട് ചോദിച്ചു കഴിയുമ്പോൾ, മനസ്സാക്ഷിയുടെ സ്വരങ്ങൾ ശ്രവിച്ചുകൊണ്ട് മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ പാപം ലേശം നമ്മളിലേക്ക് കടക്കാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. സെന്റ് അഗസ്റ്റിൻ മനസാന്തരത്തെക്കുറിച്ച് പറയുന്നത്, സെന്റ് അഗസ്റ്റിൻ്റെ പുസ്തകത്തിൽ മനസാന്തരത്തെക്കുറിച്ച് പറയുന്നത് സനാതന നിയമങ്ങൾക്കെതിരായ വാക്കോ പ്രവൃത്തിയോ ആണ് പാപം എന്നാണ്. സനാതന നിയമങ്ങൾക്ക് എതിരായ വാക്കോ പ്രവൃത്തിയോ ആണ് പാപമെന്ന് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു വയ്ക്കുന്നു. ലോകത്തിൻ്റെ ആരായ നിയമമുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിനൊരു നിയമങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഇടവകയ്ക്ക് എല്ലാം ഒരു നിയമമുണ്ട്. ഈ ഇടവകയുടെ നിയമത്തിനെതിരായി, ഈ കുടുംബത്തിൻ്റെ നിയമത്തിനെതിരായി ചെയ്യുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും പാപമാണ്. കുടുംബത്തിനെതിരായ ഓരോ തെറ്റുകൾ ചെയ്ത് കൂട്ടുമ്പോൾ, കുടുംബത്തിൻ്റെ മനസ്സാക്ഷിക്കെതിരായ തെറ്റുകൾ ചെയ്ത് കൂട്ടുമ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. മക്കളെ, പാപത്തെക്കുറിച്ച് ബൈബിളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ച് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം പറയുകയാണ്: ദൈവ സ്നേഹത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളാണ് പാപമെന്ന് പറയുന്നത്. 1-ാമത്തെ കൽപ്പനയനുസരിച്ച് ദൈവസ്നേഹത്തിന് എതിരായുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാപമാണ്. തമ്പുരാൻ്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവസ്നേഹത്തിനെതിരായ ഓരോ പ്രവർത്തനങ്ങളും പാപമാണ് എന്ന് മനസ്സിലേക്ക് വരുമ്പോൾ, ദൈവസ്നേഹത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം: പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അരുളിച്ചെയ്ത തമ്പുരാൻ്റെ സ്നേഹം. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിലൂടെ തമ്പുരാൻ കർത്താവ് നമ്മളെ അവിടെ അരുളിച്ചെയ്യുകയാണ്. മക്കളെ, ദൈവത്തിലേക്ക് നടന്നു മുന്നേറുന്ന യാത്രയിൽ നമ്മുടെ അമ്മയേക്കാൾ അധികമായി തമ്പുരാൻ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് അരുളിച്ചെയ്യുകയാണ്: നിന്റെ അമ്മയുടെ ഉദരത്തുലുരുവായ നിമിഷം മുതൽ നിന്നെ ഞാൻ വിശദീകരിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തുലുരുവായ നിമിഷം മുതൽ നിന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഒരു മകൻ ഉരുവാകുന്ന നിമിഷം മുതൽ തമ്പുരാൻ കർത്താവ് അവനെ അറിഞ്ഞ് സ്നേഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിലും മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞ് വിശദീകരിച്ചു, എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ 139-ാമത്തെ സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യം, 139-ാമത്തെ സങ്കീർത്തനത്തിൽ 16-17 വാക്യങ്ങൾ, 22-ാമത്തെ സങ്കീർത്തനത്തിൽ 10-ാം വാക്യം, ഇവിടെയെല്ലാം കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേണ്ടാന്ന് വെക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലോ 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, പിതാവിൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, സ്വന്തം പിതാവിൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, തൻ്റെ പിതാവിൻ്റെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാകുന്ന ധൂർത്തപുത്രൻ. ഇതുപോലെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് തമ്പുരാന് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഒരു വ്യക്തമായ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിയുമ്പോൾ
ധൂർത്തുപുത്രൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ തട്ടിത്തെറിപ്പിച്ചതുപോലെ നമ്മുടെ പിതാവിൻ്റെ സ്നേഹത്തെ, സ്വർഗസ്നായ പിതാവിൻ്റെ സ്നേഹത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ ചെറ്റക്കുഴലിലേക്ക് നമുക്ക് വീണു പാപം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല മക്കളെ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മളോട് അരുളി ചെയ്യുകയാണ്, ജീവജലത്തിൻ്റെ അരുവിയായി എന്നെ അവർ മറന്ന് പൊട്ടക്കിണറുകൾ കുഴിച്ചു. തമ്പുരാനെ മറന്നുകൊണ്ട്, ദൈവസ്നേഹത്തിൻ്റെ അരുവിയെ മറന്നുകൊണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ഉറവിടത്തെ മറന്നുകൊണ്ട്, നാഥനെ മറന്നുകൊണ്ട് ജീവിതത്തിൽ പൊട്ടക്കിണറുകളാണോ കുഴിച്ചിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം. ഈ യാത്രയുടെ യാമങ്ങളിൽ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രം. തമ്പുരാനെ മറന്ന്, തമ്പുരാൻ്റെ സ്നേഹത്തെ മറന്ന്, ദൈവസ്നേഹത്തെ മറന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടക്കിണറുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുഴിച്ചിട്ടുണ്ടോ? തമ്പുരാൻ നമുക്ക് ജീവജലത്തിൻ്റെ അരുവികൾ നീട്ടിത്തരുമ്പോൾ, തമ്പുരാൻ തരുന്ന ജീവജലത്തിൻ്റെ അരുവികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, തമ്പുരാൻ തരുന്ന സ്നേഹത്തെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ തമ്പുരാന് വിരുദ്ധമായിട്ട് പാപത്തിൻ്റെ ചെറ്റക്കുഴിയിലേക്ക് വീണിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മക്കളെ, പാപത്തിൻ്റെ ചെറ്റക്കുഴികൾ നമ്മൾ മണ്ണിട്ട് മൂടണം. പാപത്തിൻ്റെ ചെറ്റക്കുഴികൾ നമ്മൾ മണ്ണിട്ട് മൂടണം. പാപത്തിൻ്റെ പൊട്ടക്കിണറുകൾ നമ്മൾ മണ്ണിട്ട് മൂടണം. പാപത്തിൻ്റെ പൊട്ടക്കിണറുകൾ മണ്ണിട്ട് മൂടിയിട്ട് ആ മണ്ണിട്ട് മൂടിയിരിക്കുന്ന പാപത്തിൻ്റെ പൊട്ടക്കിണറിൻ്റെ മുകളിലിരുന്ന് തപസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ജന്മങ്ങളായി തീർന്നാൽ മാത്രമാണ് പാപ സാഹചര്യത്തിൽ നിന്ന് ഓടിയകന്നുകൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് നടന്നു നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ മക്കളെ. ധൂർത്തപുത്രൻ എടുത്ത തീരുമാനം പോലെ നമുക്ക് എടുക്കുവാൻ സാധിക്കണം. ധൂർത്തപുത്രൻ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക്, തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് നടന്നു മുന്നേറിയതുപോലെ നമുക്ക് നടന്നു മുന്നേറുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കണം, ബലിപീഠത്തെ കൂട്ടുപിടിക്കണം, തമ്പുരാൻ്റെ അരികിലേക്ക് നടന്ന് മുന്നേറുവാൻ സാധിക്കണം. പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലുവാൻ വേണ്ടി സാധിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടിയകലണം. സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടിയകുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 48 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പവിനിയായ മഗ്ദലന മറിയം വന്ന് തമ്പുരാൻ്റെ കാൽക്കരിന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ്റെ കാലിലേക്ക് കണ്ണുനീരുകൊണ്ട് ഓരോരോ കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീണ് അവൻ്റെ കാലുകൾ കഴുകുകയാണ്. അതിനുശേഷം അവളുടെ തഴമ്പടി കൊണ്ട് തുടയ്ക്കുകയാണ്. തമ്പുരാൻ കർത്താവ് പറയുകയാണ്, നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മക്കളെ, തമ്പുരാൻ്റെ അരികിലേക്ക് പോകാൻ സാധിക്കണം. പാപവും പാപസാഹചര്യങ്ങളും വിട്ടുകൊണ്ട് നീ തമ്പുരാൻ്റെ അരികിലേക്ക് പോകുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ നാഥൻ്റെ അരികിലേക്ക് പോകുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ, തമ്പുരാൻ കർത്താവ് നിന്നിലേക്ക് കൃപയുടെ നീർച്ചാലുകൾ ഒഴുക്കുവാൻ അവന് സാധിക്കും. മക്കളെ, കൃപയുടെ നീർച്ചാലുകൾ അവൻ നിൻ്റെ ഹൃദയത്തിലേക്ക്, മനസ്സിൻ്റെ ഉള്ളറയിലേക്ക് അവൻ ഒഴുക്കണമെങ്കിൽ അവൻ്റെ അരികിലേക്ക് ചെല്ലണം. പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടകുന്നുകൊണ്ട് ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നതുപോലെ, പാവിനിയായ സ്ത്രീ ഈശോയുടെ സന്നിധിയിലേക്ക് തിരിച്ചു ഈശോയുടെ സന്നിധിയിലേക്ക് ചെന്നതുപോലെ നമുക്ക് ചെല്ലുവാൻ സാധിക്കണം. പാവിനിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്. പാവിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അരികിലേക്ക് പാവിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം അവൻ ചോദിക്കുകയാണ്, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. സമാധാനത്തോടു കൂടെ പോയിക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. തമ്പുരാൻ്റെ അരികിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, തമ്പുരാൻ്റെ അരികിലേക്ക് ചെന്ന് മുട്ടുമകൾ മടക്കി കഴിയുമ്പോൾ, നിൻ്റെ നാഥൻ്റെ അരികിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവൻ നിന്നോട് പറയുകയാണ്, അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്ന് മനസ്താപത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും, മനസ്താപത്തോടുകൂടി തമ്പുരാൻ്റെ അരികിലേക്ക് നിൻ്റെ തെറ്റുകൾ ഇറക്കി വെച്ചുകൊണ്ട്, തമ്പുരാനെ ഓരോ നിമിഷം എന്നിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നിറങ്ങി വരണമേ എന്നുള്ളുരുകി പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ,
നിൻ്റെ പാപങ്ങൾ അവൻ ഏറ്റെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ അരികിലായിരിക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഈ മറിയത്തെ പോലെ, ആ പാവിനിയായ സ്ത്രീയെപ്പോലെ തമ്പുരാൻ്റെ അരികിലേക്കായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. മക്കളെ, നമ്മുടെയൊക്കെ മക്കളെ വളർത്തുന്നവരാണ്. മക്കളൊക്കെ ചിലപ്പോൾ തെറ്റിൻ്റെ കുമ്പാരങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ തെറ്റിൻ്റെ കുമ്പാരങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് മക്കൾ നമ്മുടെ അരികിലേക്ക് വന്ന് പറയുകയാണ്, അപ്പച്ച, അമ്മച്ചി, ഞാൻ ഈ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. മക്കൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങൾ മക്കളെ വളർത്തിയിട്ടുള്ളതാണ്. അവർ വന്ന് അവരുടെ എല്ലാ തെറ്റുകളും നിൻ്റെ അരികിലേക്ക് വന്ന് ഏറ്റുപറയുകയാണെങ്കിൽ നമ്മൾ പറയും, സാരമില്ല മോനെ, പോട്ടെ, ഇനി മേലിൽ ചെയ്യരുത്. അത് തന്നെയാണ് നമ്മുടെ തമ്പുരാൻ കർത്താവ് പറയുന്നത്. നമ്മൾ പിന്നീട് എൻ്റെ മകൻ ചെയ്ത തെറ്റുകൾ, എൻ്റെ മകൾ ചെയ്ത തെറ്റുകൾ പിന്നീട് ഓർത്തിരുന്ന് ആ കണ്ണുകൊണ്ടല്ല നമ്മൾ ആരും നമ്മുടെ മക്കളെ കാണുന്നത്. ആണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മൾ കാണുന്നത് തമ്പുരാൻ്റെ മുമ്പിലേക്കായിരിക്കുമ്പോൾ നമ്മൾ എന്നും കാണുന്നത്, നമ്മുടെ മക്കളെ കാണുന്നത്, വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സങ്കടം വരും. പിന്നീട് തെറ്റ് ആവർത്തിക്കാതിരുന്നാൽ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം വരും. എൻ്റെ മകന്, എൻ്റെ മകള് എന്നോട് തെറ്റെല്ലാം ഏറ്റുപറഞ്ഞ് അവൻ മനസ്തുവിച്ച് എൻ്റെ തമ്പുരാൻ്റെ അരികിലേക്ക് അവൾ നടന്നെടുത്തല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ മക്കൾ വന്ന് തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ ഏതെങ്കിലും തെറ്റുകൾ അവൻ ഏറ്റുപറയാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും. ഓർക്കുക മാതാപിതാക്കന്മാരെ, ഇതുപോലെ ഒരു മകൾ വന്ന് മാതാപിതാക്കന്മാരുടെ അരികിലേക്ക് വന്ന് അവൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്നത് പോലെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ നാഥൻ്റെ പക്കലേക്ക് നമ്മളായിരുന്നു കൊണ്ട് തെറ്റുകൾ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. തെറ്റുകൾ ഏറ്റുപറയാൻ നേരത്ത് നമ്മളൊന്ന് ചിന്തിക്കണം മക്കളെ, നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള തെറ്റുകളാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. തെറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് മാരകപാപങ്ങളായിരിക്കാം, ലഘുപാപങ്ങളായിരിക്കാം. പാപങ്ങൾ രണ്ട് വിധമുണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാ? മാരകപാപങ്ങളും ലഘുപാപങ്ങളും. ഇങ്ങനെ പാപങ്ങൾ രണ്ട് വിധമുണ്ട്. മാരകപാപങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? മാരകപാപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ നമ്മളെ പഠിപ്പിക്കുന്നത് 1859 ഖണ്ഡികയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ അറിവോടും കൂടെ ചെയ്യുന്ന ഗൗരവമായ തെറ്റിനാണ് മാരകപാപം എന്ന് പറയുന്നത്. പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ മനസ്സോടും കൂടി, പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ചെയ്യുന്ന ഗൗരവമായ തെറ്റിനാണ് മാരകപാപം എന്ന് പറയുന്നത്. മാരകപാപമെന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു വന്ന് ചേർന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റുകളും മാരകപാപങ്ങളായിത്തീരുന്നുള്ളൂ. നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റുകളും മാരകപാപങ്ങളായിത്തീരണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു വരണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. രണ്ടാമത്, പൂർണ്ണമായ സമ്മതത്തോടു കൂടിയായിരിക്കണം ചെയ്യുന്നത്. മൂന്നാമത്, വിഷയം ഗൗരവമുള്ളതായിരിക്കണം. നമ്മൾ മാരകപാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ചെയ്യുന്ന ഗൗരവമായ തെറ്റിനാണ് മാരകപാപം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഏതൊരു ദൈവകൽപ്പനയെക്കുറിച്ചുള്ള ലംഘനത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ഈ പൂർണ്ണമായ അറിവും പൂർണ്ണമായ സമ്മതവും നമുക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വിഷയം ഗൗരവമുള്ളതാണെങ്കിൽ അത് മാരകപാപമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ലഘുപാപത്തെക്കുറിച്ചാണ്. ലഘുപാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് ദൈവസ്നേഹത്തിനെതിരായുള്ള വാക്കോ പ്രവൃത്തിയാണ് ലഘുപാപം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിന്, സഹോദര സ്നേഹത്തിന്, അയൽവക്കക്കാരായുള്ള സ്നേഹത്തിന് എതിരായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ലഘുപാപം എന്ന് പറയുന്നത്. ലഘുപാപം എന്ന് പറയുന്നതിന് നമുക്ക് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ 1863 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുകയാണ്: സ്നേഹത്തെ ദ്രോഹിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്നു, എങ്കിലും സ്നേഹത്തെ നിലനിൽക്കാൻ അനുവദിക്കുന്നു.
സ്നേഹത്തെ ദ്രോഹിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്നു, എങ്കിലും സ്നേഹത്തെ നിലനിൽക്കാൻ അനുവദിക്കുന്നു. ഇതിനാണ് ലഘുപാപമെന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളും, ഞാൻ മുമ്പ് പറഞ്ഞു, ദൈവസ്നേഹത്തിന് എതിരായുള്ള ലംഘനങ്ങളാണ്. ദൈവസ്നേഹത്തിന് എതിരായുള്ള ലംഘനങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളും. തമ്പുരാൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളും ദൈവസ്നേഹത്തിന് എതിരായുള്ള ലംഘനങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. ഈ കൽപ്പനകളുടെ ലംഘനമാണ് ദൈവസ്നേഹത്തിൻ്റെ ലംഘനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോഴും പാപമാണ് സ്നേഹത്തിൽ വളരാനുള്ള തടസ്സമെന്ന് തമ്പുരാൻ കർത്താവ് പറയുകയാണ്. സ്നേഹത്തിൽ വളരുവാനുള്ള തടസ്സങ്ങൾ പാപമാണ് മക്കളെ. നമ്മുടെ കുടുംബത്തിലേക്ക് ഉള്ള സ്നേഹത്തിനുള്ള അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ സ്നേഹത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നത്, തടസ്സമായിട്ട് നിൽക്കുന്നത് പാപമാണ്. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ആ സ്നേഹബന്ധത്തിന് ചെറിയ ഒരു ഉലച്ചിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹബന്ധത്തിന് തടസ്സങ്ങളുണ്ടാകുകയാണ്. സ്നേഹബന്ധത്തിന് തടസ്സങ്ങളുണ്ടാകുന്നത് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നടന്നു നീങ്ങുമ്പോൾ തമ്പുരാൻ്റെ സ്നേഹത്തിന് എതിരായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്. തമ്പുരാൻ്റെ സ്നേഹം എന്നും നമ്മുടെ ഓരോ വ്യക്തികളിലും സ്ഥിരമായിട്ടാണ് നിലനിൽക്കുന്നത്. തമ്പുരാൻ്റെ സ്നേഹം എന്നും സ്ഥിരമായിട്ടാണ് നിലനിൽക്കുന്നത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം പറയുകയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും തമ്പുരാൻ്റെ സ്നേഹം ഒരു നിമിഷവും സ്ഥിരമായി നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 54-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം അനന്തമാണ്. തമ്പുരാൻ്റെ മുമ്പിൽ എന്തുമാത്രം പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും തമ്പുരാൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല മക്കളെ. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. എൻ്റെ തമ്പുരാൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. എന്തുമാത്രം തെറ്റുകൾ ചെയ്താലും, എന്തുമാത്രം കുറ്റങ്ങൾ ചെയ്താലും നിൻ്റെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിന്ന് നിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവ് നിന്നെ ഓരോ നിമിഷം രക്ഷിക്കും മക്കളെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. തമ്പുരാൻ്റെ മകനായിട്ട്, തമ്പുരാൻ്റെ മകളായിട്ട് നടന്നു നീങ്ങുമ്പോൾ അവിടുത്തെ കൂട്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കണം മക്കളെ. അവിടുന്ന് നമ്മൾ ഓരോ നിമിഷവും രക്ഷിക്കുമെന്ന്. പാവങ്ങൾ ചെയ്ത് തമ്പുരാനിൽ നിന്ന് എന്തുമാത്രം അകന്നാണ് നീ ജീവിക്കുന്നതെങ്കിലും, തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്തുമാത്രം അകൽച്ച നിനക്കുണ്ടെങ്കിലും തമ്പുരാൻ കർത്താവ് ഓരോ നിമിഷവും നിന്നെ കാത്തു പരിപാലിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടി ഓരോ പാവങ്ങളും ഇളച്ചു തരുന്ന തമ്പുരാൻ്റെ മുമ്പിലേക്ക് മുട്ടുമടക്കാൻ നിനക്ക് സാധിക്കണം. ഓരോ നിമിഷവും നിൻ്റെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് മുട്ടുമടക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ നൽകുന്ന കൃപകൾക്ക്, തമ്പുരാൻ നൽകുന്ന വരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാവങ്ങൾ ഇളച്ചു തരുന്ന തമ്പുരാൻ്റെ മുമ്പിലേക്ക് മുട്ടുമടക്കാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവ് നിന്നെ ഓരോ നിമിഷവും അനുഗ്രഹിക്കും മക്കളെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 18-19 തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് പറയുകയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയോ പരിഗണിക്കുകയോ ഇല്ല, പുതിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ല. ഹെബ്രിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ
12-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ കർത്താവ് പറയുകയാണ്, അവരുടെ അനീതിയുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. മാതാപിതാക്കന്മാരുടെ മുമ്പിലേക്ക് മക്കളും വന്ന് മുട്ടുമടക്കുന്നത് പോലെ നീ നിൻ്റെ നാഥൻ്റെ പക്കലേക്ക്, നീ നിൻ്റെ തമ്പുരാൻ്റെ പക്കലേക്ക് നിൻ്റെ മുട്ടുകൾ മടക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിനക്ക് സാധിക്കും. മക്കളെ, തമ്പുരാൻ്റെ മകനായി മകളായി തീരുവാൻ, തമ്പുരാൻ്റെ മകനായ മകളായി തീരുവാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, തമ്പുരാൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് മുട്ടുകൾ മടക്കുവാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സക്കൈവൂസിനെ പോലെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് സക്കൈവൂസിനോട് കർത്താവ് അരുളി ചെയ്തതുപോലെ നിന്നോടും കർത്താവ് പറയും, തമ്പുരാൻ്റെ മുമ്പിലേക്ക് നീ ചെല്ലണം. തമ്പുരാൻ്റെ മുമ്പിലേക്ക് നീ ചെന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ്റെ പദ്ധതി അനുസരിച്ച് തമ്പുരാൻ ഓരോ നിമിഷവും നിന്നെ കാത്തു പരിപാലിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, തമ്പുരാൻ്റെ പദ്ധതിക്ക് നിന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് നിനക്ക് ചെല്ലുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷവും നിന്നെ അവൻ കാത്തു പരിപാലിക്കും. തമ്പുരാൻ കർത്താവ് പറയുകയാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിലൂടെ തമ്പുരാൻ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. മക്കളെ, പാപം ചെയ്ത് നിൻ്റെ തമ്പുരാനിൽ നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ അരികിലേക്ക് നടന്നെടുക്കുവാൻ നിനക്ക് സാധിക്കണം. മുഴുവനും തമ്പുരാൻ്റെ മുമ്പിലേക്ക്, തമ്പുരാൻ്റെ കാൽപാദത്തിലേക്ക് മുഴുവനും അർപ്പിച്ചുകൊണ്ട്, തമ്പുരാൻ ഓരോ നിമിഷവും നീ എന്നെ കാത്തു പാലിക്കണമേ എന്നുള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവന് വിട്ടുകൊടുക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നെ ഓരോ നിമിഷവും കാത്തു പരിപാലിക്കും. 23-ാമത്തെ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അതുതന്നെയാണ് കാണുന്നത്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. മക്കളെ, തമ്പുരാൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങുവാൻ നിനക്ക് സാധിക്കണം. തമ്പുരാൻ്റെ പക്കലേക്ക് നടന്നു നീങ്ങുവാൻ നിനക്ക് സാധിക്കണം. ഉള്ളങ്ങളെ തമ്പുരാന് സമർപ്പിക്കണം. ഉള്ളേന്തിര്യങ്ങളെയും പഞ്ചേന്തിര്യങ്ങളെയും തമ്പുരാന് സമർപ്പിക്കണം. ഉള്ളേന്തിര്യങ്ങളെയും പഞ്ചേന്തിര്യങ്ങളെയും തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് പഞ്ചേന്തിര്യങ്ങളുടെയും ഉള്ളേന്തിര്യങ്ങളുടെയും ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും ഓരോ തിന്മകളും നാഥൻ്റെ പക്കലേക്ക് അർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ ഓരോ നിമിഷം എന്നെ കാക്കണമേ, പാലിക്കണമേ, കൃപയുടെ നീർച്ചാലുകളുടെ ഹൃത്തടത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ഒഴുക്കണമേ എന്ന വചനമുള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവ് അവനെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു. ജീവിതത്തിൽ എന്തുമാത്രം തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും, എന്തുമാത്രം തെറ്റുകൾ ചെയ്ത് നിൻ്റെ നാഥൻ്റെ പക്കൽ നീ എന്തുമാത്രം അകന്നു പോയിട്ടുണ്ടെങ്കിലും അവൻ്റെ അരികിലേക്ക് നടന്നെടുക്കുവാൻ നിനക്ക് സാധിക്കണം. ജോബിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. തമ്പുരാന് പൂർണ്ണമായിട്ടും അർപ്പിക്കാൻ സാധിക്കണം. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയെന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിലൂടെ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. മക്കളെ, അതുപോലെ തമ്പുരാൻ നമ്മുടെ കത്തടത്തിലേക്ക്, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ മൂലം അമ്മയെക്കാളും അപ്പനേക്കാളും സ്ഥിരമായി എന്നെ സ്നേഹിക്കുന്ന, തമ്പുരാൻ്റെ പദ്ധതിയുള്ള, സ്ഥിരമായി എന്നെ രക്ഷിക്കുവാൻ വേണ്ടി സ്നേഹിക്കുന്ന എൻ്റെ തമ്പുരാൻ്റെ പദ്ധതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഞാൻ അകന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ പക്കലേക്ക് നടന്നു മുന്നേറുവാൻ നിനക്ക് സാധിക്കണം. സ്ഥിരമായി നിന്നെ സ്നേഹിക്കുന്ന, തമ്പുരാൻ്റെ പദ്ധതി അനുസരിച്ച് സ്ഥിരമായി നിന്നെ സ്നേഹിച്ച് അപ്പനേക്കാളും അമ്മയേക്കാളും നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ അരികിലേക്ക് നടന്നു മുന്നേറുവാൻ നിനക്ക് സാധിക്കണം. തമ്പുരാൻ്റെ അരികിലേക്ക് നടന്നു മുന്നേറുമ്പോൾ ആ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. മക്കളെ,
വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ചിലപ്പോൾ ജീവിതത്തിൽ പാവം ചെയ്ത് തിന്മയുടെ ആധിക്യത്തിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും തമ്പുരാൻ്റെ മുമ്പിലേക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കാരണം തളർവാദ രോഗിയെ ഓടുപൊളിച്ച് തമ്പുരാൻ്റെ അരികിലേക്ക് ഇറക്കുന്നത് നമ്മൾ കാണുന്നതാണ്. തമ്പുരാൻ്റെ അരികിലേക്ക് ഓരോ ഓടുകളും പൊളിച്ചിറക്കുകയാണ്. ചിലപ്പോൾ അത് തഴക്കദോഷത്തിൻ്റെ ഓടുകളായിരിക്കാം പൊളിച്ചിറക്കുന്നത്. ജീവിതത്തിൽ പാപം ചെയ്ത് കൂട്ടി കുറേ തഴക്കദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് മിച്ചമുള്ളതെങ്കിൽ അതെല്ലാം തമ്പുരാൻ്റെ പക്കലേക്ക് ഇറക്കി വെക്കണം. തഴക്കദോഷത്തിൻ്റെ ഓടുകൾ ഓരോന്നിയായി പൊളിച്ചു മാറ്റാൻ സാധിക്കണം. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളുടെ തഴക്കദോഷത്തിൻ്റെ ഓരോരോ ഓടുകൾ നീ പൊളിച്ചടക്കണം മക്കളെ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഓരോ തിന്മകളുടെയും ഓടുകൾ നീ പൊളിച്ചടക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ്റെ പക്കൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന തമ്പുരാൻ്റെ പ്രകാശങ്ങൾ നിൻ്റെ കുടുംബത്തിലേക്ക് ചൊരിയുന്നതിന് വേണ്ടി അകറ്റി നിർത്തിയിരിക്കുന്ന ഓരോരോ ഓടുകൾ നീ പൊളിച്ചു മാറ്റണം. തമ്പുരാൻ്റെ പ്രകാശങ്ങൾ നമ്മളിലേക്ക് ചൊരിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഓടുകൾ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. ഉണ്ടെങ്കിൽ അതിനെ എടുത്തെടുത്ത് മാറ്റണം. ഈ പൊളിച്ചു മാറ്റൽ പ്രക്രിയ നടക്കുമ്പോൾ ചിലപ്പോൾ കുറേ വേദനകൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഓടെടുക്കാൻ വേണ്ടി നമ്മൾ വലിഞ്ഞ് പെരയുടെ മുകളിൽ കയറേണ്ടി വരും. ഒത്തിരി പ്രാർത്ഥിക്കേണ്ടി വരും. ഒത്തിരി ത്യാഗങ്ങൾ എടുക്കേണ്ടി വരും. ഈ ത്യാഗങ്ങളെല്ലാം എടുത്ത് ജീവിതത്തിൻ്റെ തഴക്കദോഷത്തിൻ്റെ ഓരോ പാപത്തിൻ്റെ ഓടുകൾ പൊളിച്ചു മാറ്റണം. ഇങ്ങനെ ഓടുകൾ പൊളിച്ചു മാറ്റിക്കഴിയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 15-17 തിരുവചനങ്ങളിലൂടെ പറയുന്നത് പോലെ കട്ടിലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പറയുടെ കീഴിൽ വെച്ചിരിക്കുന്ന നമ്മളാകുന്ന പ്രകാശത്തെ പീഠത്തിന്മേൽ വയ്ക്കുവാൻ നമുക്ക് സാധിക്കും. പറയുടെ കീഴിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പാപമാകുന്ന പറയുടെ കീഴിലേക്ക് ഒളിച്ചു വെച്ചിരിക്കുന്ന എൻ്റെയും നിൻ്റെയും പ്രകാശത്തെ പീഠത്തിന്മേൽ സ്ഥാപിക്കണമെങ്കിൽ, വെളിച്ചമാകുന്ന പീഠത്തിന്മേൽ സ്ഥാപിക്കണമെങ്കിൽ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഓരോ പാപങ്ങളും അടുക്കളും എടുത്തെടുത്ത് മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഓരോ പാപത്തിൻ്റെ അടുക്കുകൾ എടുത്തു മാറ്റിക്കൊണ്ട് തമ്പുരാൻ്റെ അരികിലേക്ക് നടന്നു മുന്നേറുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവിൻ്റെ വെളിച്ചമായി തീരുവാൻ, പ്രകാശമായി തീരുവാൻ, ഉദിക്കുന്ന ദീപമായി തീരുവാൻ നിനക്ക് സാധിക്കും. മക്കളെ, പ്രകാശം പരത്തുന്ന പ്രകാശനാളങ്ങളാണ് ഓരോ വ്യക്തികളും. പ്രകാശം പരത്തുന്ന പ്രകാശനാളങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഏതെങ്കിലും തരത്തിൽ നമ്മളിലെ പ്രകാശം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ പാപത്തിൻ്റെ ചാരങ്ങൾ മൂടിയായിരിക്കാം. പാപത്തിൻ്റെ ചാരങ്ങൾ മൂടി ഏതെങ്കിലും തരത്തിൽ നിൻ്റെ പ്രകാശം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഊതി ആ ചാരം മാറ്റണം. ഊതി ആ ചാരം മാറ്റിക്കൊണ്ട് പ്രകാശം പരത്തുന്ന പ്രകാശഗോളങ്ങളായിത്തീരണം. വെളിച്ചമുള്ള വിളക്കുമരങ്ങളായിത്തീരണം. വെളിച്ചം കെട്ട വിളക്കുമരങ്ങൾക്ക് ആർക്കും പ്രകാശം കൊടുക്കുവാൻ സാധിക്കുകയില്ല. വെളിച്ചമുള്ള വിളക്കുമരങ്ങൾക്ക് മാത്രമാണ് പ്രകാശം കൊടുക്കുവാൻ സാധിക്കുന്നത്. വെളിച്ചമുള്ള വിളക്കുമരങ്ങളായി തീർന്നുവെങ്കിൽ മാത്രമാണ് പ്രകാശം പരത്തുന്ന ജന്മങ്ങളായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സേവനത്തിൻ്റെ എണ്ണകൾ പകർന്നുകൊണ്ട് ജീവിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ കൊച്ചു വിളക്കുകളാണ്. നമ്മളാകുന്ന വിളക്കിലേക്ക് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം എണ്ണങ്ങൾ പകരുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ എണ്ണങ്ങൾ പകർന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ മിഷൻ ലീഗ് റാലികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചൊല്ലിപ്പിടിച്ച ഒരാപ്തവാക്യമുണ്ട്. സ്നേഹം, ത്യാഗം, സേവാ, സഹനം മിഷൻ ലീഗിൻ മുദ്രാവാക്യം. ചെറുപ്പകാലങ്ങളിൽ അത് ചിലപ്പോൾ നമ്മൾ ചൊല്ലിപ്പടിച്ചിട്ടുണ്ടാകാം.
അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ എണ്ണകൾ നിൻ്റെ കുടുംബജീവിതത്തിലേക്ക്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നിൻ്റെ സമൂഹ ജീവിതത്തിലേക്ക് പകർന്നുകൊണ്ട് പ്രകാശം പരത്തുന്ന ഗോളങ്ങളായി തീർന്നുകൊണ്ട്, പ്രകാശം പരത്തുന്ന വിളക്കുകളായി തീർന്നുകൊണ്ട് നിനക്ക് ശോഭിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ കലവറിയൊഴിക്കുവാൻ നിനക്ക് സാധിക്കും മക്കളെ. ജീവിതത്തിൽ തമ്പുരാൻ്റെ പക്കലേക്ക് നടന്നു മുന്നേറുന്ന അവസരത്തിൽ നല്ല നല്ല പ്രകാശനാളങ്ങളായി, പ്രകാശഗോളങ്ങളായി കത്തിജ്വലിക്കുന്ന ജന്മങ്ങളായി തീരുവാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ, ജീവിതത്തിൽ ജീവിച്ചു മുന്നേറിയപ്പോൾ, ഈ ലോക ജീവിതത്തിൽ ജീവിച്ചു മുന്നേറിയപ്പോൾ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങൾ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മക്കളെ. ചിലപ്പോൾ നമ്മളൊക്കെ കൊച്ചു കൊച്ചു അരുവികളാണ്. എന്നോ എവിടെയോ നിർഗളിച്ച കൊച്ചു കൊച്ചു നീരുറവകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കൊച്ചു കൊച്ചു ജന്മങ്ങളാണ് നമ്മൾ എന്നോ എവിടെയോ പൊട്ടിപ്പുറപ്പെട്ടവരാണ്. ഈ പൊട്ടിപ്പുറപ്പെട്ടിട്ട് കൊച്ചു കൊച്ചു അരുവികളായി തീർന്ന് സ്വച്ഛമായി നമ്മൾ ഒഴുകി ഒഴുകി മുന്നേറുകയാണ്. ഈ ഒഴുകി മുന്നേറുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ഒഴുക്ക് തമ്പുരാനാകുന്ന സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. തമ്പുരാനാകുന്ന സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒഴുകി മുന്നേറുമ്പോൾ നമ്മൾ ലോകത്തിൻ്റേത് ആയ ഓരോരോ കാര്യങ്ങൾ സ്വീകരിച്ചാണ് മുന്നേറുന്നത്. ഒരു കൊച്ചരുവി എടുത്തു കഴിഞ്ഞാൽ അത് ഒഴുകി മുന്നേറുന്നത് എങ്ങനെയാണ്? അവിടുന്നും ഇവിടുന്നും പനിച്ചിറങ്ങി വരുന്ന ഒരു കുറേ ജലഗണകളൊക്കെ സ്വീകരിച്ചാണ് അത് ഒഴുകി ഒഴുകി പയ്യെ പയ്യെ മുന്നേറി പോകുന്നത്. ഇറ്റിറ്റ് വരുന്ന ഓരോ തുള്ളിയും അത് ശേഖരിക്കുന്നു. ഇതുപോലെ നമ്മളും ഓരോ ക്രൈസ്തവനും ഓരോ കൂദാശകളിലൂടെ ജീവിച്ച് മുന്നേറുകയാണ്. ഓരോ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ അവനിലേക്ക്, അവനാകുന്ന കൊച്ച് അരുവിയിലേക്ക് ഓരോ തൊട്ടി ജീവജലത്തിൻ്റെ ജലം നമ്മൾ ഒഴിക്കുകയാണ്. ഈ ജീവജലത്തിൻ്റെ ജലങ്ങൾ ഒഴിച്ച് നമ്മളാകുന്ന കൊച്ചരുവിയെ വലുതാക്കി 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 മുന്നേറണം. പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നേറണം. അങ്ങനെ മുന്നേറുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. നമ്മളറിയാം, പ്രാരംഭ കുദാശകൾ കഴിഞ്ഞ് നമ്മൾ വിവാഹമെന്ന കുദാശയിലേക്ക് കിടക്കുമ്പോൾ രണ്ട് കൊച്ചരുവികൾ ഒന്നിച്ചു ചേരുന്ന നിമിഷമാണത്. രണ്ട് കൊച്ച് അരുവികൾ ഒന്നിച്ചു ചേരുന്ന നിമിഷമാണ് വിവാഹമെന്ന കൂദാശ. ജലം ജലത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ, വെള്ളം വെള്ളത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ ആർക്കും വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല മക്കളെ. അതുപോലെ പവിത്രവും പരിപാവനവുമായ ആ ബന്ധത്തിൽ ജീവിതത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിത്തീരണം. അവിടെ പാപം ലവലേശമേക്കാതിരിക്കണമെങ്കിൽ വിശുദ്ധ കുർബാന അനുദിനം കണ്ടുകൊണ്ട്, വിശുദ്ധ കുർബാനയിൽ അടിയുറച്ചുകൊണ്ട് ബലിപീഠത്തിൽ നിന്ന് പിടിവിടാതെ ജീവിക്കാൻ സാധിക്കണം. ബലിപീഠത്തിൽ നിന്ന് പിടിവിടാതെ കൂദാശയാകുന്ന ഓരോ സ്റ്റെപ്പുകളും കയറി തമ്പുരാൻ്റെ അരികിലേക്ക് പോകുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ക്രൈസ്തവ ജീവിതം, നിൻ്റെ ജീവിതം ധന്യമായിത്തീരും. അങ്ങനെ ജീവിക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ നീ പ്രകാശം പരത്തുന്ന ഗോളമായിത്തീരും, പ്രകാശം പരത്തുന്ന വിളക്കായിത്തീരും. പ്രകാശം പരത്തുന്ന ഗോളമായി തീർന്നുകൊണ്ട്, പ്രകാശം പരത്തുന്ന വിളക്കായി തീർന്നുകൊണ്ട് ഓരോ സ്റ്റെപ്പുകളും നടന്നു മുന്നേറുവാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുദിന കൂദാശയിലൂടെ വരപ്രസാദങ്ങൾ നിന്നിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുദിന കൂദാശയിലൂടെ വരപ്രസാദങ്ങൾ നിന്നിലേക്ക് ഒഴുകുമ്പോൾ പാപം എന്നത് നിൻ്റെ കുടുംബത്തിൽ നിന്ന്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന്, നിൻ്റെ സമൂഹ ജീവിതത്തിൽ നിന്ന് അത് ഉന്മൂലനം ചെയ്യപ്പെടും. അത് കഴുകി വിശുദ്ധീകരിക്കപ്പെടും മക്കളെ. അങ്ങനെ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് സ്വർഗമാകുന്ന ഓസ്ലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിനക്ക് ജീവിച്ച് മുന്നേറുവാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.